ഹലോ, അസ്സലാമു അലൈക്കും. കുറേയായി രാവിലെ തന്നെ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് ഇരിക്കണമെന്നൊരു പൂതി. വെള്ളത്തിൽ കളിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞത് എന്താണെന്നല്ലേ നമ്മളെ നാട്ടിൻ്റെ ഒക്കെ അവസ്ഥ, എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കുള്ള ആൾക്കാർ ഈവനിങ് ഒക്കെ വന്നാൽ പലതും കഴിച്ചിട്ടൊക്കെ വേസ്റ്റ് അവിടെ ഇവിടെ ഇടുന്നുണ്ട്. കണ്ട പാവങ്ങളൊക്കെ അതൊക്കെ രാവിലെ തന്നെ പറക്കുന്ന വയലിനൊരു ചേച്ചി പറഞ്ഞ അവസ്ഥയുണ്ട്. മോളെ ഇത് രാവിലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിലല്ലേ പിന്നെ ഈ ഭാഗത്തേക്ക് വരണ്ട. സത്യം പറഞ്ഞാൽ കേട്ട ബന്ധവും പോലെ തോന്നിപ്പോയി. ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രം തീരുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷേ നമ്മൾ വിചാരിച്ചിട്ടോ ഈ വീഡിയോ കാണുന്ന കുറച്ച് ചില്ലറ ആൾക്കാർ വിചാരിച്ചിട്ടോ കാര്യമില്ല അല്ലേ. അപ്പോൾ മാക്സിമം കാണുന്നവരെങ്കിലും മാക്സിമം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മളെ നാടിന്, നമ്മളെ ടൂറിസ്റ്റ് പ്ലേസിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ പല ഏരിയയിലും പോയിട്ട് പറയും നമ്മളെ നാടെന്താ ഇങ്ങനെയാണെന്നുള്ളത്, ഇവിടെയൊക്കെ എന്താ രസമെന്നല്ലേ. അതാണ് അവസ്ഥ, നമ്മളെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ. ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ വീഡിയോ ഷെയർ ആക്കണമെന്ന് തന്നെ തോന്നിപ്പോയി. കാരണം കാണുന്ന ഓരോ ആൾക്കാരും വിചാരിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കൊട്ടയിൽ എത്ര ആൾക്കാരാണെന്നറിയാം ഇത്രയും കൊട്ട നിറച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കണ്ട ഇവിടെ എഴുതി വെച്ച് തന്നെ ഇങ്ങനെയാണ്, എന്നിട്ട് പോലും ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ കേരളക്കാർ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ചിട്ട്. അപ്പം നമ്മളെ നാടിനെ നമ്മൾ സംരക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.